ജോലി കഴിഞ്ഞ് വന്ന് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കാണ് ഇവൻ്റെ കോൾ വന്നത്. എവിടെ പോകുന്നുള്ള കൺഫ്യൂഷനിൽ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി. അവസാനം അങ്ങനെ തീരദേശം വഴി കൊല്ലത്ത് പോകാൻ തീരുമാനിച്ച്. NH മൊത്തം പൊളിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇടവ എത്തിയപ്പോഴത്തേക്ക് മുട്ടം ബ്ലോക്ക് കിട്ടി. റെയിൽവേ ഗേറ്റ് അടുത്ത് കിടക്കുന്നതന്നെയാണേ. ബൈ ഇവനെ ഞാൻ പരിചയപ്പെടുത്തില്ലല്ലോ. ഇതാണ് ജോബി. പുള്ളി ദുബായ് ഷേക്കിൻ്റെ അണ്ടറിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്നതേ ഉള്ളൂ. ബാക്കിയുള്ള റോഡ് കുറച്ച് കുണ്ടും കുഴിയുള്ളതുകൊണ്ട് നമ്മൾ മെയിൻ റോഡിലോട്ട് കയറി. അവിടെ നിന്ന് നേരെ ബീച്ചിലോട്ടാണ് ആദ്യം പോയത്. ഇവൻ നാട്ടിൽ വന്നിട്ട് ഒരാഴ്ചയായി. വന്നതിൻ്റെ പിറ്റേന്നോട്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞ് എന്നെ കിടന്ന് വിളിക്കുകയാണ്. എനിക്ക് ഇന്നാണ് സമയം കിട്ടിയത്. ഒട്ടകത്തിൻ്റെ പാലും കുബൂസും തിന്നും മടുത്തെന്നാണ് പുള്ളി പറയുന്നത്. അതുകൊണ്ട് കുറച്ച് കാടമുട്ട റോസ്റ്റും ഗുൽക്കണ്ടും പിന്നെ ഒരു തട്ടുകടയിൽ കയറി ഫുഡ് മേടിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് തേപ്പിക്കാൻ നോക്കിയാണ് അവൻ. തിരിച്ചടക്കുന്നതിൻ്റെ ഇടയിലാണ് കുറച്ച് കാർ കളക്ഷൻ കണ്ടത്. എല്ലാത്തിനും മൂടിഞ്ഞ റേറ്റാണ് പുള്ളി പറയുന്നത്. അതിലൊരു കാർ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞ അടുത്താണ് ദുബായ് പോയിട്ട് ഒരു എമൗണ്ട് വരാമെന്ന്. ഇനി ദുബായ് പോയിട്ട് അടുത്ത ലീവിന് വരുന്നവരെ ഞാൻ കാത്തിരിക്കണം. അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ വന്നത് കൊല്ലം പാലത്തിൻ്റെ അടിയിലുള്ള നൈറ്റ് ലൈഫ് കാണാനാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെങ്കിലും വലിയ ബഹളങ്ങളൊന്നുമില്ല. ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. മേൽനോട്ടം വഹിക്കാൻ പോലീസുകാരെ അവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ കറങ്ങി തിരിഞ്ഞിരിക്കുകയാണ് ആസ്ട്ര മ്യൂസിക് ബാൻഡിൻ്റെ ഒരു പബ്ലിക് മ്യൂസിക് ജാം കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് തട്ടാമലയിൽ മുസ്തഫാൻ്റെ ജ്യൂസ് കടയിലാണ്. അവിടെ നിന്ന് ഷേക്കും കയറ്റിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് വേറെ ഏതോ ഫുഡ് സ്പോട്ടിൻ്റെ പേരൊക്കെ പറയുന്നത്. ഇനി കഴിക്കാൻ എൻ്റെ വയറ്റിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് വീട്ടിൽ പോകുന്നു. മനസ്സോടെ എന്നെയും വീട്ടിലാക്കി പുള്ളിയും പുള്ളിയുടെ വീട്ടിൽ പോയി. ഓ ഓക്കെ.